എം.എ. ബേബി സാറ് CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, CPM-ന്റെ പരമോന്നത നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊന്ന് ദേശീയതയിൽ നിന്ന് നമ്മളൊന്ന് കേരളത്തിലേക്കൊന്ന് വരികയാണെങ്കിൽ, SFIയുടെ ദേശീയ സെക്രട്ടറി കേരളത്തിൽ നിന്ന് അഭിമാന നിമിഷം. കേരളത്തിൽ നിന്ന് SFIക്ക് ദേശീയ സെക്രട്ടറി ഉണ്ടായ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. DYFIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന്. വീണ്ടും അഭിമാനം നമ്പർ 2. എന്താണെങ്കിലും ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനം നമ്മുടെ കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഏറെ അഭിമാന നിമിഷമാണ്. നമ്മുടെ MP ലുട്ടാപ്പി സാറ്, റഹീം സാറ്, അദ്ദേഹമാണ് എൻ്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി. ഇപ്പോൾ 2 അഭിമാനമായേ. എളമരം കരീം CI2-ൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. അഭിമാന നമ്പർ 3. കേരളത്തിൽ നിന്ന് ഇത്രയധികം നേതാക്കൾ CPM-ന്റെ ദേശീയ നേതാക്കന്മാരാണെന്ന് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. CPM-ന്റെ മഹിളാ വിഭാഗത്തിൻ്റെ ദേശീയ നേതാക്കൾ എല്ലാം തന്നെ കേരളത്തിൽ നിന്നാണ്. അഭിമാനം നമ്പർ 4. അടുത്ത് നമ്മുടെ M.A. ബേബി സാറ്, അത് അഭിമാനം നമ്പർ 5. അടുത്തത് രാജ്യത്ത് ആകെ CPIM-നുള്ള ഏക മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന്, അഭിമാനം. അങ്ങനെ എല്ലാ അഭിമാനവും കേരളത്തിനാണ്. കേരളത്തിന് മാത്രം അഭിമാനിക്കാൻ തക്ക ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. കണ്ണൂരെ ലോക്കൽ കമ്മിറ്റി മുതൽ, ഏരിയ കമ്മിറ്റി മുതൽ, ജില്ലാ കമ്മിറ്റി, കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി, ഈ കമ്മിറ്റികളെല്ലാം കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്, M.A. ബേബി സാർ ഒഴികെ. അപ്പം ഇവരെല്ലാവരും കൂടെ കണ്ണൂർ പോയിരുന്നാൽ ഇവർക്കൊരു ഇതിൻ്റെ PB വരെ നടത്താൻ പറ്റും. അല്ല, കേരളത്തിൽ ഏതെങ്കിലും ഒരു മൂലക്കിരുന്നാൽ PB വരെ നടത്താൻ തക്ക സംവിധാനമുള്ളതാണ് ഈ CPIM എന്ന് പറയുന്നത്. അങ്ങനെ ആകമാനം ഇന്ത്യയിലുള്ള എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതിനെ മുഴുവനായിട്ടും പിണറായി സാർ വിഴുങ്ങിയിരിക്കുന്നു. പിണറായി സാർ പറയുന്നത് മാത്രമേ ഇനി ഇവിടെ നടക്കത്തുള്ളൂ, CPM നടക്കത്തുള്ളൂ എന്ന ഒരു രീതിക്കാക്കി ഒരുപാട് പേർ പ്രതികരിച്ചു, പ്രതിഷേധിച്ചു, ഇറങ്ങിപ്പോയ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും പിണറായി സാർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു CPIM രാജ്യത്തില്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ CPM പോലൊരു പാർട്ടി അപ്പാടെ അങ്ങ് വിഴുങ്ങുന്ന ഒരു രംഗമാണ്. ഇനി നാളുകളിൽ ഈ പാർട്ടിയെ കൊണ്ട് NDAയുടെ കൂട്ടിൽ കെട്ടാൻ പോലും പിണറായി വിജയൻ സാർ തയ്യാറാണ്. കാരണം മകളെ രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ഈ സഖാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇയാളെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. ഇയാളെ നിങ്ങൾ CPM-ന്റെ പരമോന്നത സ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ഇയാൾ നിങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കും. CPM കേരളത്തിലടക്കം രാജ്യത്തൊക്കെ നിലനിൽക്കേണ്ട ഒരു പാർട്ടിയാണ്. അതിൻ്റെ ആ ഒരു അന്തസത്തയോടുകൂടി നിലനിൽക്കേണ്ട പാർട്ടി, അല്ലാണ്ട് ഇപ്പം കാണിക്കുന്ന പോലത്തെ പോക്കൃത്തരങ്ങൾ കാണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പിണറായിയുടെ അണ്ണാക്കിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ പാടില്ല ഈ പാർട്ടിയെ. പിണറായി പറയുന്നത് മാത്രമേ രാജ്യത്തെ CPM നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് റിയാസ് നാളെ മുഖ്യമന്ത്രിയാകണം എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കാനല്ലാണ്ട്, തൊണ്ട തൊടാതെ വിഴുങ്ങാനല്ലാണ്ട് ഈ CPM-നെ കൊണ്ട് നടപടി ഉണ്ടാവത്തില്ല. അപ്പം റിയാസിനെക്കാട്ടിലും സീനിയറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നാളെ എങ്ങാനും ഭരണത്തിൽ വീണ്ടും വന്നാൽ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഈ CPM പിണറായിയുടെ കന്നാലിക്കൂട്ടിൽ കൊണ്ടുപോയി CPM-നെ അയാൾ കെട്ടിയിരിക്കുന്നു. ചാണകം വാരാൻ വേണ്ടി ഇനി കുറെ സഖാക്കൾ നടക്കുക, അത്രയേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഈ CPIM-ൽ.